വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കാശ്മീരി എഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ടേസ്റ്റായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ദ ബട്ടൺ. ഓക്കെ, ഞാനിവിടെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചൂടാക്കാൻ വെച്ച ചട്ടിയിലേക്ക് കട്ട് ചെയ്ത ഓണിയനൊക്കെ എടുത്ത് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അധികം ഫ്രൈ ആക്കേണ്ട, കാരണം ഈ ഓണിയനൊക്കെ ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഓണിയനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ഒന്ന് നന്നായിട്ട് ചെറുങ്ങനെ വഴന്ന് വന്നു. അതിനുശേഷം നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് മാറ്റി തണിയാനായിട്ട് വെക്കാം. ഇത് ഏകദേശം ഒന്ന് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. ഇനി ഇത് കംപ്ലീറ്റ്ലി ഒന്ന് തണിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് തോല് പൊളിച്ചിട്ട് വെച്ചും കൊടുക്കാം. അപ്പം നമ്മുടെ ഓണിയനും ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചട്ടിയിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പേസ്റ്റ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല പൊടി ഇതിലേക്ക് പേസ്റ്റിലേക്ക് നന്നായിട്ട് നല്ല തീയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിച്ച് കൊടുക്കണം, കാരണം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അതിനുശേഷം ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി ഇട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ചില്ലി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നല്ല സ്പൈസി ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് പച്ചമുളകൊക്കെ അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഇളക്കി ഇങ്ങനെ ഇത് വറ്റി വരുന്തോറും നല്ല കറിയുടെ കളർ ഇങ്ങനെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരും. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഏകദേശം കറി നന്നായി വറ്റി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് ഗീയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾ മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും. ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. So guys, thank you for watching my channel. Thank you. Bye bye.